ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് പുതിയ ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ ഓഫ് റോൺസ്കിയൻ. റോൺസ്കിയൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് f1 which is equal to f1 of x, f2 which is equal to f2 of x, etc. fn which is fn of x. അങ്ങനെ നമുക്ക് n ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. f1 of x, f2 of x, etc. fn of x. These are n functions which are n minus 1 times differentiable on the interval minus infinity infinity. അതായത് ഈ ഫങ്ഷൻസിൻ്റെ n-1 ടൈംസ് വരെ നമുക്ക് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ദ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി മീൻസ് ദാറ്റ് എക്സിസ്റ്റ് ഓൺ ദ റിയൽ നമ്പർ ലൈൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോ ഫംഗ്ഷനെയും n-1 ടൈം വരെ എങ്കിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഫങ്ഷൻസാണ് f1, f2, എക്സെട്ര fn എന്നുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ദ ഡിറ്റർമിനൻ്റ് വാല്യൂ which is denoted as w of x, ഇതിനാണ് റോൺസ്കിയൻ എന്ന് പറയണേ. ആ ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഫസ്റ്റ് റോയിൽ f1 of x, f2 of x, എക്സെട്ര fn of x. ആ ഫംഗ്ഷൻസ് തന്നെ സെക്കൻഡ് റോയിൽ f1 dash of x, f2 dash of x, എക്സെട്ര fn dash of x and so on. ലാസ്റ്റ് റോയിൽ f1 n-1 of x which is the n-1th ഡെറിവേറ്റീവ് എന്നാണ് കേട്ടോ. f1 raised to എന്നല്ല, f1 n-1 of x, f2 n-1 of x, fn n-1 of x which is the n-1th derivative of these functions. ഇതിലെല്ലാ ടേംസും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഡിറ്റർമിനൻ്റ് എല്ലാ ടേംസും എക്സിസ്റ്റ് ചെയ്യും. ദ ക്യാൻ ബി എനി റിയൽ വാല്യൂസ്, എന്ത് റിയൽ വാല്യൂ ആവും, പക്ഷേ എല്ലാം എക്സിസ്റ്റ് ചെയ്യും. സോ ദിസ് ഡിറ്റർമിനൻ്റ് ഈസ് കോൾഡ് ദ റോൺസ്കിയൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻസ് f1, f2, എക്സെട്ര fn. Then the theorem. If the functions f1, f2, etc. fn have n-1 continuous derivatives on the interval minus infinity, നമുക്ക് f1, f2, എക്സെട്ര fn എന്നുള്ള ഫംഗ്ഷൻസിന് n-1 ടൈംസ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ദേ ഹാവ് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഓൺ ദ റിയൽ നമ്പർ ലൈൻ. ആൻഡ് ഇഫ് ദ റോൺസ്കിയൻ ഓഫ് ദീസ് ഫംഗ്ഷൻസ് ഈസ് നോട്ട് ഐഡൻറ്റിക്കലി 0, ഇവരുടെ റോൺസ്കിയൻ വാല്യൂ 0 ആവുന്നില്ല, ടോട്ടൽ റോൺസ്കിയൻ വാല്യൂ, ടോട്ടൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആവുന്നില്ല എങ്കിൽ then these functions form a linearly independent set of vectors in Cn-1 minus infinity. അപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഈ Cn-1 minus infinity എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ദാറ്റ് ഹാവ് n-1 കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഓൺ മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് f1, f2, എക്സെട്ര fn എന്ന ഫംഗ്ഷനുകളുടെ റോൺസ്കിയൻ 0 ആവുന്നില്ല എങ്കിൽ ആ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഫങ്ഷൻസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പുതിയ കണ്ടീഷൻ കൂടി കിട്ടി. സോ തീർച്ചയായും പ്രൂഫ് നമുക്ക് നോക്കാം. ലെറ്റ് Cn-1 from minus infinity be the set of all functions in minus infinity which have continuous n-1 derivatives. അപ്പോൾ നമ്മൾ Cn-1 of minus infinity എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് n-1 ടൈംസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസുകളുടെ കളക്ഷനാണ്. സോ f1, f2, എക്സെട്ര fn ആ Cn-1 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി എലമെൻറ്റ്സ് ആണെങ്കിൽ സപ്പോസ് ദാറ്റ് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളത് ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണ് അസ്യൂം ചെയ്യുകയാണ്. ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ ദ വെക്ടർ ഇക്വേഷൻ k1 f1 of x, k2 f2 of x, എക്സെട്ര kn fn of x ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എടുത്താൽ അതിലെ കോഎഫിഷ്യൻ്റ് ടേംസ് k1, k2, എക്സെട്ര kn എന്ന ടേംസ് എല്ലാവരും ഒരേ സമയം 0 ആവില്ല. ദേ ആർ നോട്ട് ഓൾ 0 at the same time. അതാണ് നമുക്ക് പറയാം k1, k2, എക്സെട്ര kn are not all 0. Then മൂവിങ് ടു f1, f2, എക്സെട്ര fn. നമ്മുടെ ഫംഗ്ഷൻസ് f1, f2, എക്സെട്ര fn എന്നുള്ളവർക്ക് കണ്ടിന്യൂസ് n-1 ഡെറിവേറ്റീവ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ യു ഹാവ് k1 f1 of x പ്ലസ് k2 f2 of x എക്സെട്ര പ്ലസ് kn fn of x ഈക്വൽ ടു 0. k1 f1 of x പ്ലസ് k2 f2 of x പ്ലസ് എക്സെട്ര kn fn of x ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ നമുക്കുണ്ട്. ഡിഫറൻഷ്യേറ്റ് ദിസ് ഫംഗ്ഷൻ ഇത് നമുക്ക് n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, കാരണം ഓരോ ഫംഗ്ഷനെ നമുക്ക് n-1 ടൈം n-1 ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. So to find the derivative k1 f1 dash of x plus k2 f dash of x plus etc. kn fn dash of x will be equal to 0. Then k1 f1 double dash of x plus k2 f double dash of x plus etc. kn fn double dash of x equal to 0 and so on. Last term എന്ത് വരും? k1 f1 of n-1 which is n-1 derivative of f1 of x plus k2 f2 n-1 of x plus etc. kn fn-1 of x equal to 0 എന്ന് കിട്ടും.
സോ നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ആദ്യം പറഞ്ഞ ആ വെക്ടർ ഇക്വേഷനെ ആ ഇക്വേഷൻ നമ്മൾ n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ നമുക്ക് k1 k2 എക്സെട്ര kn എന്ന കോഎഫിഷ്യൻസും f1 f2 fn of x എന്ന ഫംഗ്ഷൻസും ഉണ്ടെന്ന് അറിയാം. നമ്മളിന്ന് റീറൈറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് സിസ്റ്റം f1 of x, f2 of x, എക്സെട്ര fn of x, f1 dash of x, f2 dash of x, എക്സെട്ര fn dash of x, f1 n-1 of x, f2 n-1 of x, എക്സെട്ര fn n-1 of x ഇൻറ്റു k1 k2 എക്സെട്ര kn ഈക്വൽ ടു 0 0 0 0 എന്ന് പറയാം. ഇവിടെ നമുക്ക് ഇപ്പോൾ k1 k2 എക്സെട്ര kn ആണ് ശരിക്കും ഇവിടെ ഒരു എല്ലാ ഇക്വേഷൻസിലും വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ദ വേരിയബിൾസ് എന്ന് നമുക്ക് പറയാം. എല്ലാ ഇക്വേഷൻസിലും k1 k2 എക്സെട്ര kn അല്ലേ. f1 of x, f2 of x f dash of x ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. സോ വി ക്യാൻ റൈറ്റ് f1 of x, f2 of x എക്സെട്ര ആസ് എ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആൻഡ് k1 k2 എക്സെട്ര kn ആസ് ദ വേരിയബിൾ മെട്രിക്സ് ആൻഡ് 0 is the constant matrix. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷനിൽ ഈ മെട്രിക്സ് ഇക്വേഷനകത്ത് k1 k2 എക്സെട്ര kn ദേ ആർ നോട്ട് ഓൾ സൈമിൾട്ടേനിയസ്ലി 0 നമുക്കറിയാം. സോ അതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും 0 അല്ലാത്ത കേസ് ഉണ്ടോ? സോ ക്ലിയർലി നമുക്ക് എന്ത് പറയാം, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. എന്തായാലും എല്ലാ k1 k2 എക്സെട്ര ഒരുമിച്ച് 0 ആവാത്ത ആ ഒരു കേസ് ഉണ്ടല്ലോ, അതൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ k1 k2 എക്സെട്ര k എന്നുള്ളതെല്ലാം ഒരുമിച്ച് 0 ആവുന്നില്ല എങ്കിൽ ഫോർ ദിസ് ഇക്വേഷൻ ടു ബി ഹോൾഡ് ഈ f1 of x, f2 of x എക്സെട്ര ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആവണം. എങ്കിലാണ് ഇത് ഈക്വൽ ടു 0 എന്ന ഹോമോജനസ് ഇക്വേഷനിലേക്ക് വരുള്ളൂ. സോ നമുക്ക് ഇത് പറയാൻ പറ്റും, ദ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇസ് 0 ഫോർ ഓൾ x, f1 of x, f2 of x എക്സെട്ര എന്നല്ലേ. സോ എല്ലാ ഏതൊരു x എടുത്താലും ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയേ തീരും. വിച്ച് മീൻസ് ദാറ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്താണ്, നമ്മുടെ Wronskian ആണ്. സോ Wronskian ഓഫ് f1 f2 എക്സെട്ര x fn വിൽ ബി 0. നമ്മൾ തിയറത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, Wronskian നോൺ സീറോ ആണ് എങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നതാണ്. നമ്മൾ പ്രൂവ് ചെയ്തെന്താണ്, ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ Wronskian 0 ആവുന്നതാണ്. വിച്ച് ഇസ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് അവർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇഫ് എ ഇംപ്ലൈസ് ബി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെഗേഷൻ ഓഫ് ബി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. സോ ബൈ മെത്തേഡ് ഓഫ് കോൺട്രാ പോസിഷൻ ആണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ബൈ കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് ദ തിയറം ഈസ് പ്രൂവൺ. ഈ തിയറത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. യൂസ് ദ Wronskian to show that f1 equal to 1, f2 equal to e raised to x and f3 equal to e raised to 2x are linearly independent vectors in c infinity of minus infinity infinity. അതായത് f1 equal to 1, f2 equal to e raised to x, f3 equal to e raised to 2x എന്ന ഫംഗ്ഷൻസ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയിൽ ഇൻഫിനിറ്റി ടൈംസ് ഡിഫറൻഷ്യബിൾ ആണ്. ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. നമുക്ക് എന്ത് കാണിച്ചാൽ മതി, തിയറപ്രകാരം ഇവരുടെ Wronskian 0 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവരുടെ Wronskian എന്തായിരിക്കും, Wronskian ഓഫ് f1 f2 f3 ഈസ് 1 e raised to x, e raised to 2x, 0 e raised to x, e raised to 2x, 0 e raised to x, 4 e raised to 2x എന്ന് വരാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദീസ് ഫംഗ്ഷൻസ് 3 ടൈംസ്. നമുക്ക് 3 ഫംഗ്ഷൻസ് ഉള്ളത്, അതുകൊണ്ട് 3 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ അവരുടെ ഡിറ്റർമിനൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഇൻറ്റു e raised to x ഇൻറ്റു e raised to 4 e raised to x മൈനസ് e raised to x ഇൻറ്റു 2 e raised to x. അത് മാത്രം ചെയ്താൽ മതി, കാരണം ഫസ്റ്റ് കോളത്തിലെ ബാക്കി രണ്ട് എലമെൻറ്റ്സ് 0 ആണ്. സോ 1 ഇൻറ്റു 4 e raised to 3x മൈനസ് 2 e raised to 3x ദാറ്റ് ഈസ് 2 e raised to 3x. ഈ ടേം 0 ആവണമെങ്കിൽ e raised to 3x 0 ആവുമെന്ന് പറയാം. പക്ഷേ e raised to 0x എന്ത് ഫംഗ്ഷനാണ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, വിച്ച് ഈസ് നെവർ 0. e raised to 3x ഒരിക്കലും 0 ആവില്ല. സോ 2 e raised to 3x ഈസ് നെവർ 0, വിച്ച് മീൻസ് അവർ Wronskian ഈസ് നെവർ 0 ഓൺ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. Wronskian 0 അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് f1 f2 f3 എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ആൻഡ് ഹെൻസ് problem is solved. So thank you.